ജനുവരിയിലെ ഒരു നഷ്ടമാണ് അനശ്വര പ്രണയ കഥകളുടെ രചയിതാവായ പത്മരാജൻ. പ്രണയവും ജീവിതവും ഏറ്റവും മനോഹരമായി അഭ്രപാളിയിൽ ചിത്രീകരിച്ച ഗന്ധർവ സാന്നിധ്യമായിരുന്നു പത്മരാജൻ്റേത്. മനുഷ്യ മനസ്സിൻ്റെ സൂക്ഷ്മതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിശ്വസനീയമെന്ന് തോന്നുന്ന പലതും നമുക്ക് മുമ്പിൽ കൊണ്ടുവന്ന ഇതിഹാസമാണ് പത്മരാജൻ. മുത്തശ്ശി കഥകളിൽ മാത്രം കണ്ടു പരിചയമുള്ള ഗന്ധർവനെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മളും തിരിച്ചറിയുകയാണ് പത്മരാജൻ ഒരു ഗന്ധർവനാണെന്ന്. മലയാളത്തിലെ എക്കാലത്തെയും കരുത്തുറ്റ കഥാകൃത്തായിരുന്നു പത്മരാജൻ. പത്മരാജൻ്റെ സിനിമകളിൽ നിറഞ്ഞു നിന്നത് പ്രധാനമായും അദ്ദേഹം ഗ്രാമജീവിതങ്ങളിൽ കണ്ട കഥാപാത്രങ്ങളെയാണ്. അദ്ദേഹത്തിൻ്റെ കഥകൾ പ്രധാനമായും പ്രണയവും വികാരവും നിഗൂഢതയും ഉൾപ്പെടെയുള്ള മനുഷ്യസഹജമായ സ്വഭാവങ്ങൾ മുൻനിർത്തിയായിരുന്നു. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ സങ്കീർണതകൾ ഉൾക്കൊള്ളുന്നവയാണ് ഓരോ രചനകളും. പ്രണയം ചിലപ്പോൾ അങ്ങനെയാണ്. നമ്മോട് യാത്ര പോലും പറയാതെ, ഒന്ന് തിരിഞ്ഞു നോക്കുക കൂടി ചെയ്യാതെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകും. സമാനതകളില്ലാത്ത തിരക്കഥകൾ കൊണ്ട് മലയാള സിനിമയുടെ മനസ്സിനെ വികാരഭരിതമാക്കിയ പത്മരാജൻ്റെ വാക്കുകളാണ് ഇത്. പ്രണയമെന്നാൽ സ്വന്തമാക്കൽ മാത്രമല്ല, വിട്ടുകൊടുക്കലിൻ്റേത് കൂടിയാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ച വരിക. പത്മരാജൻ രചനകൾ എന്നും വർണ്ണനാതീതമാണ്. മറക്കാനാവാത്ത കഥാപാത്രങ്ങളെ കോർത്തിണക്കിയ ഒരുപിടി നല്ല ചിത്രങ്ങൾ മലയാളിക്ക് പത്മരാജൻ്റെ തിരക്കഥകൾ സമ്മാനിച്ചു. പത്മരാജൻ ചിത്രങ്ങൾ കാലത്തെ അതിജീവിക്കുന്നതും അങ്ങനെയാണ്. പ്രണയവും ജീവിതവും ഏറ്റവും മനോഹരമായി അഭ്രപാളിയിൽ പകർത്തിയ കലാകാരനാണ് പത്മരാജൻ. കോൺട്രാക്ടറെ, നീ ആരാ? തിരിച്ചു വരികില്ല. ഞാനവിടെ കൊണ്ടുപോയില്ല. ആദ്യ തിരക്കഥയായ പ്രയാണത്തിൽ തുടങ്ങിയ യാത്ര മലയാളികൾക്ക് മുമ്പിൽ തുറന്നിട്ടത് വിസ്മയങ്ങളായിരുന്നു. സാഹിത്യവും സിനിമയും തമ്മിൽ അതിർവരമ്പുകളില്ലാതിരുന്ന കാലത്ത് അതിൻ്റെ ഭാഗമായതിൻ്റെ എല്ലാ നേട്ടവും ആവോളം ആസ്വദിച്ചയാളാണ് പി പത്മരാജൻ. പ്രണയത്തിൻ്റെയും കാമത്തിൻ്റെയും ലോലവും തീക്ഷ്ണവുമായ സന്ദർഭങ്ങൾ വളരെ മനോഹരമായി തൻ്റെ ചിത്രങ്ങളിൽ പത്മരാജൻ വരച്ചു കാട്ടി. നായകനും നായികയും ഒന്നാകുന്നത് മാത്രമല്ല പ്രണയമെന്ന് രചനകളിലൂടെ പത്മരാജൻ പഠിപ്പിച്ചു. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. നിഗൂഢതകൾ നിറഞ്ഞ കഥകൾ വരെ ലളിതമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്ന ഒരേ ഒരാൾ പത്മരാജൻ മാത്രമാണ്. മനുഷ്യ മനസ്സിൻ്റെ സൂക്ഷ്മതകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിശ്വസനീയമെന്ന് തോന്നുന്ന പലതും പത്മരാജൻ നമുക്ക് മുമ്പിൽ കൊണ്ടുവന്നു.
പത്മരാജൻ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ സമ്മാനിച്ചപ്പോൾ സോളമനെ പോലെയുള്ള നട്ടലുള്ള കാമുകനെ കൊതിക്കാത്ത കാമുകിമാർ കുറവായിരുന്നു. അന്നു മുതൽ സോളമനും സോഫിയയും ഓരോ ഹൃദയങ്ങളിൽ ഇടം നേടി. ഭാഷയുടെയും വേഷത്തിൻ്റെയും പുതുമ എന്നും പത്മരാജൻ്റെ എഴുത്തുകളിൽ കാണാമായിരുന്നു. പ്രണയം മാത്രമല്ല, പ്രകൃതിയും പലപ്പോഴും കഥാപാത്രങ്ങളാണ്. മഴയോടൊപ്പം മണ്ണിൻ്റെ മണവുമായി എത്തിയ മണ്ണാറത്തോടി ജയകൃഷ്ണനും ക്ലാരയും രാധയും വൈകാരികമായ എത്ര തലങ്ങളിലൂടെയാണ് കടന്നുപോയത്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച കലാകാരനെന്ന വിശേഷണമാണ് പത്മരാജന്. സ്വവർഗാനുരാഗം ചർച്ചയാകുന്നതിനും എത്രയോ കാലം മുമ്പ് നിമിയും സാലിയും ഒരു ദേശാടനക്കിളിയായി പറന്നു നടന്നു. ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുള്ളതുപോലെ. കൗമാരത്തിന്റെ നിഷ്കളങ്കമായ പ്രണയത്തിൽ പ്രായത്തിന്റെ വേലിക്കെട്ടുകളെ മറികടക്കുന്ന രതിനിർവേദം യൗവനത്തിന്റെ ശക്തമായ ആവിഷ്കാരം കൂടിയാണ്. പച്ചയായ ജീവിതതലങ്ങളിലെ തീവ്രമായ വൈകാരിക ബന്ധങ്ങൾ വിമർശനങ്ങൾക്ക് മറുപടി നൽകി. ജീവിതത്തിന്റെ ആഴങ്ങളിൽ നിന്ന് സമാഹരിച്ച അനുഭവങ്ങളുടെ അടുപ്പം രചനകളിൽ സൂക്ഷിക്കുന്ന എഴുത്തുകാരനായിരുന്നു പത്മരാജൻ. അങ്ങനെയായിരുന്നു സാമ്പത്തിക വിജയം നേടിയ ആദ്യ പത്മരാജൻ ചിത്രമായ കള്ളൻ പവിത്രൻ പിറന്നത്. പ്രകൃതിയുടെയും പുരുഷന്റെയും വൈകാരിക തലങ്ങളെ സത്യസന്ധമായി ആവിഷ്കരിച്ച എഴുത്തിന്റെ ശൈലിയായിരുന്നു പത്മരാജന്റേത്. ജീവിതത്തിലെ പ്രതീക്ഷകൾ കടൽ പോലെയാണ്, വേദനകൾ തിരമാലകൾ പോലെ. തന്റെ കണ്ണുകളും കാതുകളും നേരിട്ടറിഞ്ഞ അനുഭവമാണ് മൂന്നാം പക്കത്തിലൂടെ പത്മരാജൻ പ്രേക്ഷക ഹൃദയങ്ങളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തത്. കരിയിലക്കാറ്റുപോലെ, ശാലിനി എൻ്റെ കൂട്ടുകാരി, നൊമ്പരത്തിപ്പൂവ് എന്നിങ്ങനെ കാലാതീതമായ അനേകം സിനിമകളാണ് പത്മരാജ ചിന്തകളിൽ വിടർന്നത്. അക്രമത്തിലൂടെയുള്ള സർവാധിപത്യം സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണമായ പെരുവഴി അമ്പലം വേറിട്ട ഒരു യാത്രയായിരുന്നു. മലയാള സാഹിത്യത്തിലെ ഗന്ധർവ സാന്നിധ്യമാണ് പത്മരാജൻ. ആരും നടക്കാത്ത വഴികളിലൂടെ നടന്ന് ഗന്ധർവനെ നാട്ടിലെത്തിച്ച പത്മരാജൻ ഇന്നും ഒരു ആത്മരാഗമാണ്. ചിത്രശലഭമാകാനും മേഘമാലകളാകാനും പാവയാകാനും പറവയാകാനും മാനാകാനും മനുഷ്യനാകാനും കഴിയുന്ന ഗന്ധർവനെ പോലെയായിരുന്നു സിനിമയെന്ന ലോകത്തെ ഈ ഗന്ധർവൻ. ഗന്ധർവന്റെ കഥ പറയുന്നത് അനിഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന മുൻവിധികളെ മറികടന്നാണ് സംവിധായകൻ പുതുമുഖങ്ങളിലൂടെ കഥ പറഞ്ഞത്. ഒടുവിൽ ഗന്ധർവന്റെ ഭൂമിയിൽ നിന്നുള്ള മടക്കത്തിൽ നക്ഷത്രങ്ങൾ കാവലുള്ള ലോകത്തേക്ക് ആ ഗന്ധർവന് ജന്മം നൽകിയ പത്മരാജനും മടങ്ങേണ്ടി വന്നു. സ്വർഗം ഞങ്ങൾക്ക് ഓർക്കാൻ പാടില്ല. ഞങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഇങ്ങോട്ട് വിടുമ്പോൾ അത് മാച്ചു കളഞ്ഞിരിക്കുക. ശാപത്തിന്റെ കാലാവധി തീർന്ന് തിരിച്ചെത്തുമ്പോൾ അതും തിരിച്ചു തരും. അപ്പോൾ ഭൂമിയുടെ ഓർമ്മ മാച്ചു കളയും. ഇവിടെ കണ്ടതൊക്കെ അങ്ങനെയാണ്. എഴുത്തുകളിലുടനീളം ജീവനുള്ള കഥാപാത്രങ്ങൾ. സിനിമയിൽ കാണിച്ച ആ മികവിൻ്റെ ഇരട്ടിയോളം തൻ്റെ പുസ്തകങ്ങളിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് പത്മരാജൻ എന്ന ഇതിഹാസത്തിൻ്റെ പ്രത്യേകത. നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ തുടങ്ങിയ വിശേഷണങ്ങളാൽ സമ്പന്നനാണ് പത്മരാജൻ. ഏകദേശം 3 പതിറ്റാണ്ട് കാലത്തെ സാഹിത്യ ചലച്ചിത്ര പ്രവർത്തനങ്ങൾക്കിടയിൽ ഒട്ടനവധി ചെറുകഥകൾ, 30-ലേറെ നോവൽ, സ്വന്തം തിരക്കഥയിൽ 18 സിനിമകൾ, കൂടാതെ മറ്റ് സംവിധായകർക്ക് വേണ്ടി 20ഓളം തിരക്കഥകളും പത്മരാജൻ ഒരുക്കി. എല്ലാ അർത്ഥത്തിലും മലയാള മനസ്സുകളിൽ തിളങ്ങി നിന്ന ഗന്ധർവൻ തന്നെയായിരുന്നു അദ്ദേഹം. ശക്തമായ ഭാഷ,
എഴുത്തിൻ്റെ ഒഴുക്ക്, പിടിച്ചിരുത്തുന്ന ഭാവാത്മകത. പത്മരാജൻ രചനകൾ വർണ്ണനാതീതമാണ്. മറക്കാനാകാത്ത കഥാപാത്രങ്ങളെ കോർത്തിണക്കിയ ഒരുപിടി നല്ല സിനിമകൾ മലയാളിക്ക് സമ്മാനിച്ചത് പത്മരാജൻ്റെ തിരക്കഥകളായിരുന്നു. പത്മരാജൻ ഒരുക്കിയ ചിത്രങ്ങൾ കാലത്തെ അതിജീവിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാലം ചെല്ലുന്തോറും തിളക്കം കൂട്ടുന്ന ചിത്രങ്ങളായി അവയെല്ലാം മലയാളക്കരയുടെ ചുമരിൽ അഭിമാനമായി തുടരും. ഒരു നല്ല കലാസൃഷ്ടിയുടെ അന്തിമ വിധി കൽപ്പിക്കപ്പെടുന്ന ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടായിരിക്കും. അതിന്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാൻ ഒരുപക്ഷെ വേറൊരു തലമുറ പിറക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ വരാം. ഇതൊക്കെ കലയുടെ ലോകത്ത് അസാധാരണമായ സംഭവങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വിധി തീർപ്പില് നമ്മൾ പൂർണ്ണമായിട്ട് വീണു പോകേണ്ട കാര്യമില്ല. ഒരു വിധി നമുക്ക് അനുകൂലമായില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഫിലിം മേക്കർ ദുഃഖിക്കേണ്ട കാര്യമില്ല. സിനിമാ പ്രേമികൾക്ക് മറക്കാനാവാത്ത ഒരുപിടി ചിത്രങ്ങൾ സമ്മാനിച്ച് 46-ാമത്തെ വയസ്സിലാണ് പത്മരാജൻ യാത്രയാകുന്നത്. എങ്കിലും പപ്പേട്ടൻ്റെ കഥാപാത്രങ്ങൾക്ക് ഇന്നും ജീവനുണ്ട്. ജനുവരിയുടെ നഷ്ടമായി വേദനയായി ഇന്നും പത്മരാജൻ മലയാളികളുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു.